ഫാദർ കളത്തിൽ മാത്യു MSFS രചിച്ച പുതിയ ഗ്രന്ഥമാണ് ത്രിത്വൈക ദൈവ വിശ്വാസം. അധ്യായം 1 പരിശുദ്ധ ത്രിത്വം, ഭാഗം 2 പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. 1. പിതാവായ ദൈവം. പരിശുദ്ധ ത്രിത്വത്തിലെ ഒന്നാമത്തെ ആളിനെ പിതാവ് എന്ന് വിളിക്കുന്നു. എല്ലാ പിതൃത്വവും പിതാവിൽ നിന്നാണ്. എഫേസ്യസ് 3:14. ഈശോ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നു. മത്തായി 26:53, യോഹന്നാൻ 14:2, 16, 20, 15:26, 17:1, 20:17, മർക്കോസ് 14:36. ഈശോ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ പിതാവ് എന്ന് സംസാരിക്കുന്നു. സത്താപരമായി പിതാവായ ദൈവവുമായി പുത്രൻ ഏകീഭവിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. ഞാനും പിതാവും ഒന്നാണ്. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രന് തന്നിൽ തന്നെ ജീവനുണ്ടാകുവാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. യോഹന്നാൻ 5:26. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നു. റോമ 8:32. യഹൂദർ ഈശോയെ വധിക്കുവാൻ ആലോചിച്ചത് തന്നെ ഇക്കാരണത്താലാണ്. ഈശോ ദൈവപുത്രനെന്ന് പ്രഖ്യാപിച്ചു. യോഹന്നാൻ 19:7. സൃഷ്ടിക്കപ്പെടാത്തവനും സൃഷ്ടികർത്താവുമായ ദൈവം. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു ചിത്രമാണ് ധൂർത്തപുത്രന്റെ ഉപമയിലൂടെ കാരുണ്യവാനായ പിതാവായ ദൈവത്തിന്റെ രൂപം ഈശോ വരച്ചു കാട്ടുന്നത്. ലൂക്ക 15. എന്നാൽ അതിപരിശുദ്ധനും സർവാതിശായിയുമായ ദൈവത്തിന്റെ മഹിമാപ്രഭയ്ക്ക് മുന്നിൽ നിൽക്കുവാൻ മനുഷ്യൻ അയോഗ്യനാണെന്ന സത്യമാണ് പാദങ്ങളിൽ നിന്ന് ചെരുപ്പ് അഴിച്ചുമാറ്റുക എന്ന കൽപ്പനയുടെ പൊരുൾ. ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനായ ക്രിസ്തുവാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. യോഹന്നാൻ 1:18. എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. ഉൽപ്പത്തി 1:1-2 അധ്യായം. വിശുദ്ധ ബൈബിൾ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രീയ ഗ്രന്ഥമല്ല. ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുവാൻ എഴുതി വച്ചിരിക്കുന്ന ഗ്രന്ഥമല്ല. മറിച്ച് ദൈവത്തെ ശ്രവിക്കുന്നതിനും അനുസരിക്കുന്നതിനും അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനും അവിടുത്തെ മഹത്വം അംഗീകരിക്കുന്നതിനും അവിടുത്തെ സ്തുതിക്കുന്നതിനും നമ്മെ ക്ഷണിക്കുന്ന വിശുദ്ധ ലിഖിതമാണ്. വിശുദ്ധ ബൈബിൾ നാം വായിക്കുമ്പോൾ തന്നെക്കുറിച്ച് എന്താണ് ദൈവം അതിൽ എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു വ്യക്തിയെ നാം പരിചയപ്പെടുന്നത് തൻ്റെ സ്വന്തം പേര് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ ദൈവം തൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ വെളിപ്പെടുത്തുന്നു. ഞാൻ തന്നെ. പുറപ്പാട് 3:13. മുൾപടർപ്പിൽ കണ്ട ദൈവത്തോട് മോശ ചോദിച്ചത് ഇസ്രായേൽക്കാർ ചോദിക്കുമ്പോൾ ഞാൻ അവിടുത്തെ പേര് എന്താണ് പറയേണ്ടത്? ദൈവത്തിന്റെ നാമം, അവിടുത്തെ സ്വഭാവം, പരിശുദ്ധി, ശക്തി, അധികാരം ഇവ വ്യക്തമാക്കും. ദൈവത്തിന്റെ നാമം ആദരവോടുകൂടി ഉച്ചരിക്കണം. അതുകൊണ്ടാണ് 2-ാം കൽപ്പനയിൽ ദൈവത്തിന്റെ നാമം വൃഥാ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവനാമം വിളിച്ച് ഇസ്രായേൽ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യണം. ദൈവത്തിന്റെ പരിശുദ്ധി, അസഹിഷ്ണുത, ദയാശീലം, ധർമ്മനിഷ്ഠ, ഏകത്വം ഇവയിലൂടെ നമുക്ക് അവിടുത്തെ കൂടുതൽ അറിയാം. ദൈവത്തിന് മനുഷ്യനുമായുള്ള ബന്ധത്തിൽ ഈ 4 ലക്ഷണങ്ങളെ സ്പഷ്ടമായി മനസ്സിലാക്കുവാൻ കഴിയും. അവിടുന്ന് പരിശുദ്ധനായ ദൈവമാണ്. ജോഷുവ 24:19. ദൈവാധികാരമാണ് ദൈവിക പരിശുദ്ധി എന്ന് മനസ്സിലാക്കാം. മനുഷ്യനിൽ ഭയഭക്തികൾ ജ്വലിക്കുന്ന ഒരാധ്യാത്മിക ശക്തി വിശേഷമാണ് പരിശുദ്ധി. ശക്തി തൻ ശുദ്ധഭാവം യേശു. യെശയ്യാ 8:13-14. നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ്. ലേവ്യർ 17:2. തന്നെയല്ലാതെ മറ്റൊരു ദൈവത്തെ വണങ്ങുവാൻ അവിടുന്ന് ഒരിക്കലും നമ്മെ അനുവദിക്കുന്നില്ല. വിഗ്രഹാരാധന ദൈവം ഇഷ്ടപ്പെടുന്നില്ല. പുറപ്പാട് 20:5, 34:14. ദൈവം കാരുണ്യവാനും കൃപാനിധിയുമാണ്. സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ. തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവായ ദൈവം. പുറപ്പാട് 34:7, ജോയൽ 2:3, സങ്കീർത്തനം 86:15. കോപവും സ്നേഹവും ദൈവത്തിൽ കാണുന്നുണ്ട്. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു. എന്നാൽ മനുഷ്യൻ അവിശ്വസ്തത കാണിച്ചാൽ അവിടുന്ന് കോപിക്കുന്നു. അനുതപിച്ചാൽ അവിടുന്ന് ക്ഷമിക്കുന്നു. ജെറമ്യ 18:7-10 വരെയുള്ള തിരുവചനം. ആമോസ് 7:1-6. ഹോസിയ 11-ാം അധ്യായം. ദൈവം ന്യായം പാലിക്കുന്നവനാണ്.
വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് വിളി ശ്രവിക്കുന്നു. പാവപ്പെട്ടവനെയും ദരിദ്രനെയും അവിടുന്ന് മോചിപ്പിക്കും. സങ്കീർത്തനം 4:1-72-12. അവിടുന്ന് ലോകത്തെ സത്യത്തോടും ജനതകളെ നീതിയോടും കൂടെ വിധിക്കും. സങ്കീർത്തനം 96:13, 98:9. ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാകരുത്. പുറപ്പാട് 20:2. ഇസ്രായേൽ ജനം ഏകദൈവത്തിൽ വിശ്വസിച്ചവരാണ്. അവിശ്വസ്തത കാണിച്ചപ്പോൾ ഏലിയ പ്രവാചകൻ ചോദിക്കുന്നു, നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാൽ വയ്ക്കും? കർത്താവാണ് ദൈവമെങ്കിൽ അവിടുത്തെ പിന്നാലെ പോകുവിൻ. 1 രാജാക്കന്മാർ 18:21. താൻ മാത്രമേ ദൈവമായുള്ളൂ എന്ന് ഇസ്രായേലിനെ ബോധ്യപ്പെടുത്താൻ ഏലിയായുടെ ബലി അത്ഭുതകരമായി അഗ്നിയിറക്കി ദൈവം ദഹിപ്പിച്ചു. വരൾച്ച മാറ്റി മഴ പെയ്യിച്ചു. 1 രാജാക്കന്മാർ 18-ാം. സത്യ ദൈവത്തിന്റെ ഏറ്റവും വലിയ വെളിപാടാണ് മനുഷ്യാവതാരം. ഈശോമിശിഹായിലൂടെ ദൈവത്തെ നിർവചിക്കുകയാണ് പുതിയ നിയമം. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപമാണ് ഈശോ. ഈശോയാണ് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. മത്തായി 1:23. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. യോഹന്നാൻ 14:9. ക്രിസ്തുവിൽ ദൈവം തന്നെ പൂർണ്ണമായി നമുക്ക് തന്നിരിക്കുന്നു. ദൈവത്തെയും ക്രിസ്തുവിനെയും ഒരുപോലെ ആദിയും അന്തവുമെന്ന് പറഞ്ഞിരിക്കുന്നു. കൃപയും സമാധാനവും ഒരുപോലെ ദൈവത്തിൽ നിന്നും ക്രിസ്തുവിൽ നിന്നും ആശംസിച്ചിരിക്കുന്നു. റോമ 1:7, 8:32, 16:27. വെളിപാട് 1:8, 2 കൊരിന്തോസ് 13:14. ദൈവം നമ്മോടൊത്ത് കഴിയുവാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. യേശു വിശുദ്ധ കുർബാനയിൽ വസിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. ഇതാ ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു തരുന്ന പക്ഷം ഞാൻ അവൻ്റെ അടുക്കലെത്തുകയും ഞാൻ അവനോടുകൂടി അവൻ എന്നോടുകൂടി അത്താഴം കഴിക്കുകയും ചെയ്യും. വെളിപാട് 3:20. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ഗലാത്യ 2:20. ക്രിസ്തുവിലൂടെ നാം ദൈവത്തെ കണ്ടെത്തേണ്ടതാണ്. സത്യം വിശ്വസിക്കുന്നവർ ക്രിസ്തുവിൽ സത്യദൈവത്തിൻ്റെ തിരുമുഖം ദർശിക്കുന്നു. ദൈവം സ്നേഹമാകുന്നുവെന്ന് നമുക്കറിയാം. മനുഷ്യരോടുള്ള സ്നേഹം ദൈവം പ്രകടമാക്കുന്നത് തിരുക്കുമാരനെ ഈ ലോകത്തിലേക്ക് അയച്ചുകൊണ്ടാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ രക്ഷ പ്രാപിക്കുന്നു, നിത്യജീവൻ കരസ്ഥമാക്കുന്നു. ക്രിസ്തുവിന്റെ കുരിശുമരണം മനുഷ്യരോടുള്ള ദൈവസ്നേഹത്തിന്റെ തെളിവാണ്. 1 യോഹന്നാൻ 4:8-16, യോഹന്നാൻ 3:16. നമുക്ക് ലഭിച്ച ദൈവസ്നേഹം നാം പരസ്പര സ്നേഹത്തിലൂടെ പ്രകടമാക്കും. അതാണ് ക്രിസ്തു നൽകിയ പുതിയ കൽപ്പന. യോഹന്നാൻ 13:14-15 വചനങ്ങൾ. അന്ത്യവിധിയിലും സ്നേഹത്തിന്റെ കൽപ്പന നാം ദർശിക്കുന്നു. എൻ്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. മത്തായി 25:40. ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പടി കൂടി ക്രിസ്തു പോവുകയാണ്. മത്തായി 5:4-5 വചനങ്ങൾ. കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, തന്നെ ക്രൂശിക്കുന്നവരോട് ക്ഷമിക്കണം. പത്രോസിന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തുകൊണ്ട് യേശു പറഞ്ഞു, 70 പ്രാവശ്യം ക്ഷമിക്കണം. എല്ലായ്പ്പോഴും ക്ഷമിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. നിരുപാധികം ക്ഷമിക്കുക, കോപം വച്ചു പുലർത്തരുത്. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുകയും നമ്മെ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ദൈവം സ്നേഹം നിറഞ്ഞ പിതാവാണെന്ന് ക്രിസ്തുവാണ് പഠിപ്പിച്ചത്. ദൈവാത്മാവ് ആബാ പിതാവേ എന്ന് വിളിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. ദൈവം കരുണ നിറഞ്ഞ പിതാവാണ് എന്ന് ക്രിസ്തു ധൂർത്തപുത്രന്റെ ഉപമയിലൂടെ നമുക്ക് വരച്ചു കാണിച്ചു തരുന്നു. ലൂക്ക 15:11-32 വരെയുള്ള തിരുവചനം. അനുതപിക്കുന്ന പാപിയെ ദൈവം സന്തോഷത്തോടെ സ്വീകരിക്കുന്നുവെന്ന് കാണാതെ പോയ നാണയത്തിന്റെയും ആടിന്റെയും ധൂർത്തപുത്രന്റെ ഉപമയിലൂടെയും വ്യക്തമാകും. ജീവിതം ദൈവത്തിങ്കിലേക്കുള്ള ഒരു തിരിച്ചു പോകലാവണം. ദൈവാശ്രയത്തിലാവണം നാം ജീവിക്കേണ്ടത്. മത്തായി 6:25-34 വരെ. 7-ാം അധ്യായം 11-ാം വചനം. ലൂക്ക 11:13. പുത്രനായ ദൈവം, ദൈവത്തോടു കൂടിയായിരുന്ന വചനം ത്രിത്വത്തിലെ 2ാമത്തെ ആളാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. യോഹന്നാൻ 1:11-14 വചനങ്ങൾ. ഒരു മനുഷ്യനും ദൈവത്തെ ദർശിച്ചിട്ടില്ല. ഇപ്പോഴിതാ പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതൻ അവിടുത്തെ വെളിപ്പെടുത്തിയിരിക്കും. യോഹന്നാൻ 1:18. പിതാവും പുത്രനും വ്യത്യസ്ത വ്യക്തികളായി നാം ഇവിടെ കാണും. പിതാവുമായി സത്ത
സൃഷ്ടിയിൽ ഏകനാണ് പുത്രൻ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ദൈവപുത്രൻ. പഴയ നിയമത്തിൽ സ്വർഗീയ വ്യക്തിത്വങ്ങളായ കർത്താവിന്റെ സന്നിധിയിലെ മാലാഖമാർ ദൈവപുത്രരെന്നും വിളിക്കപ്പെടുന്നു. 36:2, സങ്കീർത്തനം 29:1, സങ്കീർത്തനം 89:7, ജോബ് 1:6, ജോബ് 2:1, ജോബ് 38:7. അതിഭൗതിക അതിമാനുഷിക ലോകത്തെ അംഗങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ശീർഷകം കണ്ടെത്തുക. ദൈവിക സന്നിധാനത്തിലും ദൈവിക ജീവനിലും മാലാഖമാർക്കുള്ള പങ്കാളിത്തത്തെ സൂചിപ്പിക്കുകയാണിവ. ദൈവവും അവിടുത്തെ ജനവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുവാൻ ഇസ്രായേലിനെ ദൈവത്തിന്റെ മകനായി അവതരിപ്പിക്കുന്നു. പുറപ്പാട് 4:22, ഹോശിയ 11:1, ജെറമ്യ 3:19, ജ്ഞാനം 18:13. ദൈവജനത്തിലെ ഓരോ അംഗത്തെയും ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്നു. യാഹ്വേയുടെ പുത്രൻ എന്ന സംജ്ഞ മെസ്സിയാനിക സംജ്ഞയായി രൂപാന്തരപ്പെട്ടു. സങ്കീർത്തനം 27:7, ഏശയ്യ 7:14, ഏശയ്യ 9:1. ഈ സംജ്ഞയിൽ അടങ്ങിയിരിക്കുന്ന മെസ്സിയാനിക ചിന്ത ഈശോയുടെ ജ്ഞാനസ്നാന അവസരത്തിലെ ദൈവിക വെളിപാടിൽ നിന്ന് വ്യക്തമാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. മത്തായി 3:17. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു. ഏശയ്യ 9:6, 11, 19. രക്ഷകനായ രാജാവ് ദൈവത്തിന്റെ മകനാണ്. പുതിയ നിയമത്തിൽ ഈശോ ദൈവത്തിന്റെ ഏകജാതനാണ്. ജ്ഞാനസ്നാന വേളയിലും രൂപാന്തരീകരണ സമയത്തും ഈശോയുടെ ദൈവപുത്രത്വത്തിന്റെ സാഘോഷ പ്രഖ്യാപനമുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മർക്കോസ് 1:11, മത്തായി 3:17, ലൂക്ക 3:22, യോഹന്നാൻ 1:34. മേഘത്തിൽ നിന്നൊരു സ്വരം പുറപ്പെട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്ക് കേൾക്കുവിൻ. മർക്കോസ് 9:7, മത്തായി 17:5, ലൂക്ക 9:35, 2 പത്രോസ് 1:17. പിതാവായ ദൈവം പുത്രനെ ലോകസമക്ഷം വെളിപ്പെടുത്തുന്നു, തന്റെ സന്ദേശവാഹകനും പ്രതിനിധിയുമായി നിയോഗിക്കുന്നു. അതേസമയം ഈശോ ദൈവദാസനാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ അക്ഷരാർത്ഥത്തിൽ ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. താൻ ദൈവപുത്രനാണെന്ന് ഈശോ വെളിപ്പെടുത്തുന്നുണ്ട്. മഹാപുരോഹിതന്റെ ചോദ്യത്തിനു മുമ്പിൽ തന്റെ ദൈവപുത്രത്വം ഈശോ സമ്മതിക്കുന്നു. മനുഷ്യപുത്രന്റെ രണ്ടാമത്തെ വരവിനെ പറ്റി ഈശോ മുന്നറിയിപ്പ് നൽകി. മത്തായി 26:63 മുതലുള്ള തിരുവചനങ്ങൾ, മർക്കോസ് 14:61 മുതലുള്ള വചനങ്ങൾ. അവിടുത്തെ അതിഭൗതിക വ്യക്തിത്വവും പ്രഭാവവും ശക്തിയും പ്രത്യക്ഷമാകുന്ന രംഗങ്ങളിൽ പിശാചുക്കൾ പോലും ഈശോയുടെ ദൈവത്വത്തിന് സാക്ഷ്യമേകും. മത്തായി 8:29, മർക്കോസ് 3:11, 5:7, ലൂക്ക 4:41, 8:28. പിതാവിനെ കുറിച്ചുള്ള അറിവ് പുത്രനുള്ളതുപോലെ മറ്റാർക്കുമില്ല. പിതാവിനെ വെളിപ്പെടുത്താൻ പുത്രന് മാത്രമേ സാധിക്കൂ. മത്തായി 11:27 മുതലുള്ള തിരുവചനം, ലൂക്ക 10:23 മുതലുള്ള തിരുവചനം. ദൈവം പോലും തന്നെ ഉപേക്ഷിച്ചുവെന്ന് തോന്നിയപ്പോഴും ദൈവപുത്രൻ എന്ന സാക്ഷ്യം അവിടെ സ്ഥിരീകരിച്ചു. മത്തായി 27:46. ഉത്ഥാനത്തിലാണ് ക്രിസ്തുവിന്റെ ദൈവപുത്രത്വത്തിന്റെ രഹസ്യം അപ്പസ്തോലന്മാർ ശരിയായി ഗ്രഹിച്ചത്. പന്തക്കുസ്ത മുതൽ അപ്പസ്തോല പ്രഘോഷണത്തിന്റെയും സാക്ഷ്യത്തിന്റെയും വിഷയം ദൈവപുത്രനായ ഈശോ മിശിഹായ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8:3, 9:20. പിശാചുക്കളും വിജാതീയരും ഈശോ ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. മർക്കോസ് 3:11, 1:24, 5:7. ഈശോയ്ക്ക് ദൈവവുമായി പുത്രസഹജമായ ബന്ധമുണ്ട്. അവൻ പറഞ്ഞു, ആബാ പിതാവി. മർക്കോസ് 14:36. ചുരുക്കത്തിൽ, പിതാവ് അയച്ച പുത്രനും പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായി തന്റെ വ്യക്തിത്വത്തിൽ ഇസ്രായേലിന്റെ പുത്രത്വം അവിടുന്ന് സാക്ഷാത്കരിച്ചു. ദൈവവുമായി സത്താപരമായി ബന്ധം പുലർത്തുന്ന പുത്രൻ ദൈവം തന്നെയാണ്, പരിശുദ്ധാത്മാവായ ദൈവം. പരിശുദ്ധാത്മാവ് ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളാണ്, ഒരു വ്യക്തിയാണ്. ഈശോ പരിശുദ്ധാത്മാവിനെ സഹായകനായി ചിത്രീകരിക്കുന്നു. യോഹന്നാൻ 14:6, 26, 15:26, 16:7, 2:1. വ്യക്തിപരമായ ലക്ഷണങ്ങളാണ് പരിശുദ്ധാത്മാവുമായി ബന്ധിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് സത്യം പഠിപ്പിക്കും, യേശുവിന് സാക്ഷ്യം നൽകും, ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങളുടെ അറിവ് നമുക്ക് നൽകും, വരാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മെ അറിയിക്കും. പരിശുദ്ധാത്മാവ് അജപാലകരെ നിയോഗിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 26:28. പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കുന്നതും ദൈവത്തെ വഞ്ചിക്കുന്നതും ഒന്നു തന്നെയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5:3 മുതൽ 6 വരെ. 1 കൊരിന്തോസ് 3:16. ദൈവത്തിന്റെ ലക്ഷണങ്ങളാണ് പരിശുദ്ധാത്മാവിനുള്ളത്
എന്ന വസ്തുത മേൽപ്പറഞ്ഞവയിൽ നിന്ന് ഗ്രഹിക്കാവുന്നതാണ്. പരിശുദ്ധാത്മാവിന്റെ ദൈവിക ശക്തി മംഗളവാർത്തയിൽ മനസ്സിലാക്കാം. ലൂക്ക 1:35, മത്തായി 1:20. പന്തക്കോസ്തായിലെ അത്ഭുതത്തിൽ നിന്ന് ദൈവിക ശക്തി മനസ്സിലാക്കാം. ലൂക്ക 24:49, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:2-4. പരിശുദ്ധാത്മാവ് പ്രത്യേക ദാനങ്ങൾ നൽകുന്നു. ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. യോഹന്നാൻ 3:5. പരിശുദ്ധാത്മാവ് പാപങ്ങൾ പൊറുക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. യോഹന്നാൻ 20:22-23. പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കും. റോമ 5:5. ബൈബിളിൽ ദൈവം വെളിപ്പെടുത്തിയ 2 കാര്യങ്ങളാണ് പരിശുദ്ധ ത്രിത്വവും മനുഷ്യാവതാരവും. ഈ 2 സത്യങ്ങൾ വഴി ഏകസത്യ ദൈവവിശ്വാസ സംഹിതയാണ് മറ്റു മതങ്ങളിൽ നിന്ന് ബൈബിളിലെ ദൈവം വ്യത്യസ്തമായിരിക്കുന്നത്. ആകയാൽ കർത്താവെ, അങ്ങേ തൃക്കരം പിൻവലിക്കുന്നതാകയാൽ യാതൊരു വിശുദ്ധിയും നിലനിൽക്കുന്നതല്ല. ക്രിസ്താനുകരണം 3-ാം പുസ്തകം, അധ്യായം 14:2.